നമസ്കാരം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. തുറവൂർ ഏഴുപുന്നയിലെ ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ 20 പവന്റെ തിരുവാഭരണങ്ങൾ മോഷണം പോയി. ക്ഷേത്രത്തിലെ കീഴ്ശാന്തി കൊല്ലം സ്വദേശി വത്സൻ നമ്പൂതിരി ഒളിവിലാണ്. വിഷുദിവസം രാത്രിയാണ് മോഷണ വിവരം മേൽശാന്തി അറിയുന്നത്. അരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംസ്ഥാനത്ത് വേനൽ കടുത്തതോടെ കേരളത്തിലെ 8 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമിഴ് നടൻ അജിത് കുമാറിന്റെ പുതിയ ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ച് സംഗീത സംവിധായകൻ ഇളയരാജ. 5 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ്. തന്റെ ഗാനങ്ങൾ അനുമതിയില്ലാതെ ചിത്രത്തിൽ ഉപയോഗിച്ചതായി ഇളയരാജ നോട്ടീസിൽ ആരോപിക്കുന്നുണ്ട്. മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച അജിത് ചിത്രം ഗുഡ് ബാഡ് അഗ്ലി ഏപ്രിൽ 5-നാണ് റിലീസ് ചെയ്തത്. ആദിക് രവിചന്ദ്രനാണ് ചിത്രത്തിന്റെ സംവിധായകൻ. വഖഫ് സ്വത്തുകൾ കൃത്യമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ മുസ്ലിം യുവാക്കൾക്ക് പഞ്ചറുകൾ നന്നാക്കി ഉപജീവനം നടത്തേണ്ടി വരില്ലായിരുന്നുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത്. കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ ഹിസാറിൽ നടന്ന പൊതുപരിപാടിക്കിടെയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. പീഡനക്കേസിൽ ഇരയ്ക്കെതിരായ അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ പരാമർശത്തെ വിമർശിച്ച് സുപ്രീം കോടതി. അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരിക്കലും ഉണ്ടാകരുതെന്നും കോടതി. വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത കേസിൽ കുറ്റാരോപിതനായ ആൾക്ക് ജാമ്യം അനുവദിച്ച അലഹബാദ് ഹൈക്കോടതി ഇരയായ സ്ത്രീ മനഃപൂർവ്വം കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തിയതായിരുന്ന പരാമർശം നടത്തിയിരുന്നു. ഇതിനെതിരെയാണ് ജസ്റ്റിസുമാരായ BR ഗവായി, AG മസീഹ് എന്നിവരുടെ ബെഞ്ച് രൂക്ഷ വിമർശനം നടത്തിയത്. പാതിവില തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയ BJP വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടതോടെ മടങ്ങിപ്പോയി. രാവിലെ 11 മണിക്ക് ഹാജരാകാനാണ് രാധാകൃഷ്ണനോട് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടത്. 48ാമത് സംസ്ഥാന ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അന്വേഷിപ്പിൻ കണ്ടെത്തും, ARM എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ ടൊവിനോ തോമസ് മികച്ച നടനായും, സൂക്ഷ്മദർശിനിയിലൂടെ നസ്രിയ നസീമും, തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റിയിലൂടെ റിമ കല്ലിങ്ങലും മികച്ച നടിമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച ചിത്രം. അപ്പുറം എന്ന ചിത്രത്തിലൂടെ ഇന്ദുലക്ഷ്മിയും മികച്ച സംവിധായകയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. മാസപ്പടി കേസിലെ കുറ്റപത്രം EDക്ക് നൽകാൻ കോടതിയുടെ തീരുമാനം. കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ CMRL കമ്പനി വൻ തുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി SFIO സമർപ്പിച്ച കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നു. ഈ കുറ്റപത്രമാണ് EDക്ക് നൽകാൻ കോടതി തീരുമാനിച്ചത്. കുറ്റപത്രം കിട്ടിയാൽ ഉടൻ തന്നെ ED നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. റോബർട്ട് വാദ്രയ്ക്ക് വീണ്ടും ED നോട്ടീസ് അയച്ചു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ്. ലണ്ടനിലെ ഭൂമി ഇടപാടും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിച്ചതായാണ് ആരോപണം. ഇത് 2ാം തവണയാണ് വാദ്രയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് സമൻസ് അയക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് സമൻസ് അയച്ചത്. എല്ലാ ആരോപണങ്ങളും വാദ്ര നിഷേധിക്കുകയാണ്. ആതിരപ്പള്ളിയിൽ 2 പേരെ കാട്ടാന ചവിട്ടിക്കൊന്നു. തേൻ ശേഖരിക്കാൻ പോയ 2 ആദിവാസികളെയാണ് ആന ചവിട്ടിക്കൊന്നത്. വാഴച്ചാൽ സ്വദേശികളായ സതീഷ്, അംബിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഇവർ ആതിരപ്പള്ളി വഞ്ചിക്കടവിൽ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാനക്കൂട്ടം ഇവരെ ആക്രമിക്കുന്നത്. ആക്രമണം ഉണ്ടായതോടെ ഇവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് ഗ്രാമവാസികൾ നടത്തിയ തിരച്ചിലിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്.